ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ആഡ്സ്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള സംഭവമാണ് എന്താണ് ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മുഖേന ക്യാമ്പയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ ആഡ്സിൽ നമുക്ക് പേപ്പർ ക്ലിക്ക്, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. നമ്മളത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് നമ്മൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ക്യാമ്പയിൻ നമ്മുടെ അക്കൗണ്ട് കാലിയാക്കും. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗൂഗിൾ ആഡ്സ് ചെയ്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റോ അതല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വെച്ചാണ് ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടോപ്പ് പൊസിഷനിലെത്തിക്കും. ഇപ്പോഴത്തെ മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യണ ഒരു മാർക്കറ്റിംഗ് പാറ്റേൺ അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ്. ഇനി അതിന് ഗൂഗിൾ ആഡ്സിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന്: ആഡ് എക്സ്റ്റൻഷൻ, ആഡ് റാങ്കിങ്, ബിഡിങ്, ക്യാം ടൈപ്പ്, ക്ലിക്ക് ത്രൂ റേറ്റ്, കൺവേർഷൻ റേറ്റ്, ഡിസ്പ്ലേ നെറ്റ്വർക്ക്, ഇംപ്രഷൻ, കീവേഡ്, PPC അഥവാ പേ പെർ ക്ലിക്ക്, പിന്നെ ക്വാളിറ്റി സ്കോർ. ഇതൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സിൻ്റെ മെയിൻ ഫാക്ടേഴ്സ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗൂഗിൾ ആഡ്സ് നമ്മുടെ ക്യാഷും അധികം തിന്നില്ല, നമ്മുടെ പോക്കറ്റിലെ ക്യാഷ് അധികം കാലിയാവാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. ബാക്കി ഏത് മാർക്കറ്റ് പ്ലാറ്റ്ഫോമിനേക്കാളും വളരെ അക്യുറേറ്റും വളരെ ജെന്യുവിൻ ക്ലയൻസിനെ കിട്ടാനുള്ള ഒരു അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സ്. അതിനകത്ത് ഫസ്റ്റ് പറയണ ആഡ് എക്സ്റ്റൻഷൻ. നമ്മൾ ആഡ് ചെയ്യണ കോൾ ബട്ടൺ, നമ്മുടെ ലൊക്കേഷൻ, അതല്ലെങ്കിൽ നമുക്ക് ആപ്പാണ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷനാണ് ആഡ് എക്സ്റ്റൻഷൻ. അടുത്തത് ആഡ് റാങ്ക്. നമ്മൾ ഇടുന്ന കീവേഡും കാര്യങ്ങളും വെച്ച് നമ്മുടെ പൊസിഷൻ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നതാണ് ആഡ് റാങ്കിൽ പറയണത്. ബിഡിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് സംഭവം. നമ്മൾ ബിഡ് റേറ്റ് ഇടാതെ നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് തീരും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ ഒരു ക്ലിക്കിന് ബിഡ് 5 or 6 ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിന് 6 ദറംസൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 200 ദറംസാണ് പെർ ഡെയിലി ലിമിറ്റ് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ ആ 200 ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിലോ 10 മിനിറ്റിനുള്ളിലോ തീരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ. അടുത്തത് ക്യാമ്പയിൻ ടൈപ്പ്. ഏത് ടൈപ്പ് ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യണത്? സെർച്ച് ആഡ് ആണോ, ഡിസ്പ്ലേ ആഡ് ആണോ, വീഡിയോ ആഡ് ആണോ, ആപ്പ് ക്യാമ്പയിൻ ആണോ, സ്മാർട്ട് ക്യാമ്പയിൻ ആണോ, പെർഫോമൻസ് ആണോ? അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ക്യാമ്പയിൻ ടൈപ്പിൻ്റെ സെക്ഷൻ. അടുത്തത് CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. നമ്മൾ നേരത്തെ ബിഡിങ്ങിൽ പറഞ്ഞ രീതിയിൽ പറഞ്ഞു എന്താണ് ബിഡിങ് എന്നുള്ളത്, അതേപോലെ തന്നെയുള്ള സംഭവമാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. ഇതും നമ്മൾ ഗൂഗിൾ ആഡ്സ് മാർക്കറ്റിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടേഴ്സ്. നമ്മുടെ കീവേഡുകൾക്കാണ് ക്യാഷ് പോകും. നമ്മളിപ്പോൾ ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും സൈഡിൽ കീവേഡ്, ഒരു കീവേഡിന് എത്ര ദറംസ് കൊടുത്തു, എത്ര ക്ലിക്സ് കിട്ടി, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അടുത്തത് CVR, കൺവേർഷൻ റേറ്റ്. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ, ഇപ്പോൾ നമുക്കൊരു ഷോപ്പുണ്ട്, നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ആഡ് ചെയ്തു, ഓപ്പോസിറ്റുള്ള ആൾ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് മെസ്സേജ് വന്നു എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അത് കാണാനുള്ളൊരു സെക്ഷനാണ് CVR. അടുത്തത് ഡിസ്പ്ലേ നെറ്റ്വർക്ക്. നമ്മുടെ യൂട്യൂബ്, ബോട്ടിം, ജിമെയിൽ അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും കാണാനുള്ളൊരു സെക്ഷനാണ് ഡിസ്പ്ലേ നെറ്റ്വർക്ക്. ഇംപ്രഷൻ, ഒരുപാട് ഇംപ്രഷൻ നമ്മുടെ വീഡിയോന് കിട്ടിയിട്ട് യാതൊരുവിധ കാര്യമില്ല. കുറച്ച് ഇംപ്രഷനും നല്ല റെസ്പോണ്ടും നല്ല കൺവേർഷനും നടന്നാൽ മാത്രമേ നമ്മുടെ ഗൂഗിൾ ആഡിനെ ബെറ്റർ ആഡ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കാശിടുള്ളൂ. ഒരുപാട് റീച്ചും ഒരുപാട് ഇംപ്രഷനും വന്നിട്ട് ഒരു കാര്യമില്ല. അടുത്തത് കീവേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ. സോ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദുബായ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ കീവേഡ് ആഡ് ചെയ്യാനുള്ളൊരു സെക്ഷനാണ് കീവേഡ് സെക്ഷൻ വരെ. അടുത്തത് PPC, പേപ്പർ ക്ലിക്ക്. ഇതൊക്കെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു. അടുത്തത് ക്വാളിറ്റി സ്കോർ. നമ്മളിടുന്ന ക്യാപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്യാമ്പയിൻ്റെ ക്വാളിറ്റി സ്കോർ മനസ്സിലാക്കും. നമ്മുടെ ഒരു ക്യാമ്പയിൻ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ അതിനകത്ത് കാണിച്ചുതരാം. അതിനകത്ത് ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ സ്കോർ എന്ന് പറഞ്ഞ് സൈഡിൽ നോക്കുക. മാക്സിമം 70 above, 70 to 100 ആ ഒരു രീതിയിലിട്ടാണ് നമ്മുടെ ക്യാമ്പയിൻ.